ഞാൻ അതിശയപ്പെട്ടു പോയി. എൻ്റെ ഭഗവാനെ, ഇവർ ഇത്രയും വലിയ കുടുംബ പ്രശ്നം വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കാൻ നടക്കുന്നത്. അവിടെ മരണടിയാന്ന് കുടുംബത്തിൽ. എന്നിട്ട് അവരെന്നാ പറയുന്നതെന്ന് അറിയാം, ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു. കാര്യം ചെയ്തോട്ടോ, ഈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയില്ലേ, അതെടുത്തിട്ട് എന്നാൽ പിന്നെ എല്ലാവർക്കും പോയിട്ട് ഒന്ന് ഇത് അടുപ്പിച്ചതാ എന്ന് അവരോട് പറഞ്ഞാൽ പോരെ. അതിൻ്റെ അകത്ത് ഒരു കോടി കിട്ടിക്കഴിഞ്ഞാൽ 50 ലക്ഷം അവർ കൊടുത്തേ, എന്നാലും നഷ്ടമുണ്ടാ? അത് നിങ്ങളൊന്ന് പറ. അങ്ങനെ നമ്മൾ നന്നാവുമെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മനഃശാന്തി കിട്ടുമെങ്കിൽ, ഒരാൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും പറ്റില്ല, അത് നിങ്ങൾക്കേ പറ്റും. ദിവസം മുമ്പ് പെരിങ്ങോട്ടുകരയില്ല ഒരു ദേവസ്ഥാനത്തിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ആ ദേവസ്ഥാനം ഭയങ്കരമായിട്ട് മുൻപന്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് സെലിബ്രിറ്റികൾ, ഈ മാരാറെ പോലെയുള്ള, അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രയെ പോലെയുള്ള, ചിത്രയെ പോലെയുള്ള ഓരോ ആൾക്കാരും അവിടെ പോകുന്നു, അവിടെ നിന്ന് പ്രസാദങ്ങൾ സ്വീകരിക്കുന്നു. അതിനെ പറ്റിയിട്ട് പിന്നെ പ്രൊമോഷൻ വർക്ക് ചെയ്യുകയാണ്. ഈ അമ്പലത്തിൽ വന്നതുകൊണ്ട് എനിക്ക് കാറ് വാങ്ങിക്കാൻ സാധിച്ചു, ഈ അമ്പലത്തിൽ വന്നതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് പോകാൻ സാധിച്ചു, ഈ അമ്പലത്തിൽ വന്നതുകൊണ്ട് എനിക്ക് ഇത് സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെന്നാ വിചാരിക്കും, ആ എൻ്റെ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പോയാൽ മതി അല്ലേ. നമ്മൾ നേരെ അങ്ങോട്ട് ഓടും. നമ്മൾ ആ ഓടി ചെന്ന് കഴിഞ്ഞാൽ അവരെന്താ ചോദിക്കുക, എന്താണ് ആഗ്രഹം? ബിഗ് ബോസ് പോകാനാണ്. 25 മുതൽ 35 വരെയാണ് ചാർജ് എന്ന് പറയും. 35 എന്ന് പറഞ്ഞാൽ എന്നാ ദക്ഷിണയാണ്. ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ബിഗ് ബോസുകാർ നേരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നാ പറയുക. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലേ 1.5 ലക്ഷം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ നേരാന്ന് പറഞ്ഞാൽ വരൻ്റെ അടുത്ത് ഇങ്ങനെ എടുത്ത് എറിയുക, അമ്മാതിരി പരിപാടിയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പീഡനം, അതായത് നഗ്ന ദൃശ്യം പകർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു തിരുമേനിനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കർണാടക പോലീസ്. ഇപ്പോഴേ ഇന്നൊരു വിശദീകരണവുമായിട്ട് അവിടെയുള്ളൊരു തന്ത്രീൻ്റെ മകൾ വന്നിട്ടുണ്ട്. ആ തന്ത്രീൻ്റെ മകൾ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം, അവരുടെ കുടുംബ പ്രശ്നമാണ്. ഞാൻ അതിശയപ്പെട്ടു പോയി. എൻ്റെ ഭഗവാനെ, ഇവർ ഇത്രയും വലിയ കുടുംബ പ്രശ്നം വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കാൻ നടക്കുന്നത്. അവർക്ക് അവിടെ മരണടിയാന്ന് കുടുംബത്തിൽ. എന്നിട്ട് അവരെന്നാ പറയുന്നതെന്ന് അറിയാം, ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു. ഇത്രയും പ്രശ്നമുള്ള കുടുംബം ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത്രയും പ്രശ്നമുള്ള കുടുംബം പറയുന്നത് ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു. അല്ലടോ, കുറച്ചെങ്കിലും വിവരം വേണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വെറുതെ വന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് പറയുമ്പോഴേ കുറച്ചെങ്കിലും വിവരം വേണ്ടേ? ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ നാട്ടുകാരുടെ പ്രശ്നം തീർക്കാൻ നടക്കുന്നത്. ആദ്യം നിങ്ങളെ പ്രശ്നം തീർക്കുക. അവിടെ നിന്ന് നിങ്ങളെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെ പ്രശ്നം തീർക്ക്. ഇതെന്താ സംഭവം എന്നറിയാം, ഞാൻ പച്ചക്ക് പറയാം. അതായത് പണ്ട് ഏതോ ഇവരെ മുത്തശ്ശനെ കാറ്റം തീർത്തിയൊരു അമ്പലമാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുമാനം ഇങ്ങനെ വരാൻ തുടങ്ങി. വരുമാനം ഇങ്ങനെ വന്നപ്പോൾ ഇത് അധികാരമായി, എനിക്ക് വേണം എന്നുള്ളത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാവില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സെലിബ്രിറ്റികൾ, മോഹൻലാൽ വരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാൻ മോഹൻലാലിനെ കണ്ടില്ല, ഒരു വകയിലെ നടന്മാർ വെച്ചുകൊണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഫ്രീ ആയിട്ടാണ്, അതായത് അവർ ഫ്രീ ആയിട്ടാണ് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൽ വരുന്ന ഒരു ത്രില്ലല്ലേ. അവരെ കൊണ്ടൊരു വീഡിയോ എടുപ്പിക്കും. അങ്ങനെ കൃത്യമായിട്ടൊരു PR വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ അമ്പലം, അതായത് ദൈവത്തിന് PR വർക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ആലോചിച്ച് നോക്കണം, ദൈവത്തിനും PR വർക്ക്. അപ്പം അങ്ങനെ ഈ ദൈവത്തിന് PR വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരങ്ങനെ വലുതാക്കി വെക്കുമ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ പൂജേൻ്റെ ഇതിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ലക്ഷങ്ങളാണ് പൂജയുടെ ചെലവ്. നമുക്ക് കല്യാണം നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 1.5-2 ലക്ഷം വരെ ചിലപ്പോൾ ഉണ്ടാകും, പറയാൻ പറ്റൂല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പറയുന്നത് ഭണ്ണാരം കുത്തി തുറക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ പിന്നെ എന്താ പറയുക, ഈ ഭക്ഷണം വെച്ച് കൊടുക്കാൻ വേണ്ടി ഈ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കാൻ വേണ്ടി അരിയില്ലേ, ഇത് മറച്ചു വെക്കുക. ഇതൊക്കെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ചിലർ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? ഈ ജനങ്ങൾ എടുക്കുന്നുള്ള വരുമാനം കൊണ്ട് ഇവർ ലാവിഷായിട്ട് ജീവിക്കുന്നതോടൊപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ കള്ളന്മാരെയും കൂടി ഇങ്ങനെ പോറ്റുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഹണി ട്രാപ്പ്, അതുപോലെ തന്നെ ഇതുപോലെ സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. പൂർണ്ണമായിട്ടും ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം അതായത് ആ സ്ത്രീ ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാകാം, ഒരു പൂജ ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേങ്കിൽ ആ തിരുമേനിൻ്റെ ഉള്ളിൽ കൊക്കൊക്കൊക്കൊക്കൊക്കൊക്കൊ ഒരു കോഴിയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അയാളുടെ സാരം കേട്ട് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, നമുക്കിപ്പോഴും അറിയാത്തൊരു സ്ത്രീ, ഇല്ലെങ്കിൽ നമുക്ക് അറിയുന്നൊരു സ്ത്രീ ഒരു കോള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ സംസാരിക്കേണ്ട കാര്യം മാത്രമേ നമ്മൾ സംസാരിക്കണ്ടൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വീഴ്ത്താൻ നോക്കുന്നതാണെങ്കിൽ, നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാൻ നിൽക്കൂല. എൻ്റെ പൊന്നു മോളെ ഇങ്ങോട്ട് വേണ്ട, ഈ നമ്പർ നീ അവിടെ വെച്ചോ എന്ന് പറയത്തേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് നേരെ ഇതിനകത്ത് നിൽക്കുമോ? പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ,
ശബരിമലയിലെ തന്ത്രി, ഈ തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഹോട്ടൽ റൂമിലേക്ക് ആരോ വരാൻ വേണ്ടി പറഞ്ഞു. തന്ത്രി നേരെ അവിടെ പോയി. അവിടെ എത്തിയപാട് എന്ന് പറഞ്ഞാൽ ഏതോ ഒന്ന് ഡ്രസ്സെല്ലാം വലിച്ചു ഉരുന്ന് തന്ത്രീനെ കുഴിച്ചു കെട്ടിയിരിക്കുന്നു. അപ്പാടെന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് തന്ത്രീൻ്റെ മാല, 10 ലക്ഷം ഉറുപ്പ്യ ഇതെല്ലാം കൊണ്ടുപോയി. പക്ഷെ എല്ലാവരും പറഞ്ഞു തന്ത്രീനെ ചതിച്ചതാണ്, മണ്ണാൻ കട്ടയാന്ന്. അയാൾ പോയത് തന്നെയാണ്. അയാൾ വിളിക്കുമ്പോൾ പോകാൻ അയാൾ ആരെയും കൊണ്ടുപോകണ്ടേ? എന്നാൽ അയാൾ ആരെങ്കിലും കൊണ്ടുപോകണ്ടേ? ഒരു ഫ്ലാറ്റിലേക്കെല്ലാം പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പാടുണ്ടോ? ഒരാളെ കൊണ്ടുപോകണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഉടായ്പകളാണ്. ഇവരുടെ ഒന്നും പ്രശ്നം തീരാതെയാണ് നമ്മുടെ പ്രശ്നം തീർക്കാൻ നടക്കുന്നത്. അതിനായിട്ട് നമ്മൾ കുറേ ഭക്തന്മാർ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ കാണിക്കുന്നത് എന്തൊക്കെ ചേഷ്ടകളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു ദൈവത്തിന് നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മൾ നല്ല രീതിയിൽ ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ്. അവിടെ പോയി പ്രാർത്ഥിക്കുക, നമുക്ക് കഴിയുന്ന ദക്ഷിണ കൊടുക്കുക. അല്ലാതെ ഒരു ജ്യോതിഷ്യനോ ഇല്ലെങ്കിൽ ഒരു വേറിയർത്തനോ ഒരു തന്ത്രിക്കോ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അതായത് രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ജോലി തന്നെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോടേടോ, ഈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയില്ലേ, അതെടുത്തിട്ട് എന്നാൽ പിന്നെ എല്ലാവർക്കും പോയിട്ട് ഒന്ന് ഇത് അടുപ്പിച്ചതാ എന്ന് അവരോട് പറഞ്ഞാൽ പോരെ. അതിൻ്റെ അകത്ത് ഒരു കോടി കിട്ടിക്കഴിഞ്ഞാൽ 50 ലക്ഷം അവർ കൊടുത്തേ, എന്നാലും നഷ്ടമുണ്ടാ? അത് നിങ്ങളൊന്ന് പറ. അങ്ങനെ നമ്മൾ നന്നാവുമെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കങ്ങനെ മനഃശാന്തി കിട്ടുമെങ്കിൽ, ഒരാൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും പറ്റൂല, അത് നിങ്ങൾക്കേ പറ്റുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. തത്വമസിയില്ലേ, അതായത് നീ ആരെയാണോ തേടി വന്നത് നീ തന്നെയാണെന്ന് പറയുന്ന പോലെയാണ്. നിന്നെ രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ വേറെ ഒരാൾക്കും കഴിയില്ല. നീ ഭൂലോക മടിയനായിട്ട് നീ പോയിട്ട് പൂജാരിമാരെടുക്കാൻ പോയിട്ട് അയ്യോ എനിക്ക് സമാധാനമില്ലേ എന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിനക്ക് എവിടുന്നും രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ഭക്തന്മാർ പൊതുവേ എന്ന് പറഞ്ഞാൽ മടിയന്മാരാട്ടോ. ഉള്ള കാര്യം ഞാൻ പറയുന്നത് എന്താ, അവർക്കെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടാൻ വളരെ എന്താ പറയേണ്ടത് മടിയാണ്. അവരെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് കുറിയൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് ആഹാ എന്നെല്ലാം പറഞ്ഞിട്ട്, അതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് ദിവസം മുമ്പ് ഒരു സീരിയൽ നടൻ മരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അതായത് കുറച്ച് സിനിമയിലുള്ളതാണ്, കരൾ രോഗം മൂത്തിട്ടാണ് മരിച്ചത്. അപ്പോൾ ഇയാളെ പറ്റിയിട്ട് പണ്ട് ഒരാൾ പറയുന്നൊരു ഭാഷയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര ഭക്തനാണ്. രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ കുളിച്ചൊരുങ്ങി കുറിയെല്ലാം തൊട്ട് അത്രയും ഭക്തിയോട് കൂടിയിട്ട് എല്ലാവർക്കും പ്രസാദമൊക്കെ ആയിട്ട് ചേട്ടാ പ്രസാദം എന്ന് പറഞ്ഞാൽ ഇയാൾ വരുക. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു 10 മണിയായി കഴിഞ്ഞാൽ ഈ വിദ്വാന്റെ പരിപാടി എന്താണെന്ന് അറിയാം, നല്ല വെള്ളടിയാ. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ ഈ ഭക്തി എന്തിനാണ്? ജനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭാര്യയൊക്കെ നോക്കുമ്പോൾ എന്താ, ഓ എൻ്റെ ചേട്ടൻ്റെ ഭക്തി കണ്ടില്ലേ, ഈശ്വരാ നീ എന്നെ കാത്തു, ആ ചേട്ടൻ്റെ ഭക്തി കണ്ടില്ലേ, എന്തൊരു ഭക്തിയാന്ന്. പക്ഷെ 10 മണി കഴിഞ്ഞാലുള്ള പോലെ ഈ സ്ത്രീ കാണുന്നില്ല. 10 മണി കഴിഞ്ഞാൽ പിന്നെ 5 മണി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിങ്ങനെ 4 കാലിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഭക്തി മൂത്തവർ ചിലയിൽ എന്ന് പറഞ്ഞാൽ കള്ളന്മാരും ഉണ്ടാകും, ഇതുപോലെ മടിയന്മാരും ഉണ്ടാകും. നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പണിയെടുക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ പെരിങ്ങാട്ടുകാരെ ദേവസ്ഥാനത്ത് പോയിട്ട് അവിടെ കുറേ പൈസ നിക്ഷേപിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള തന്ത്രിയോട് എൻ്റെ ഭർത്താവിന് ഭയങ്കര കള്ളുകൂടിയാണ്, എൻ്റെ ഭർത്താവ് ഇതാ തലതിരിഞ്ഞവനാണ്, എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ പ്രശ്നമൊന്ന് തീർത്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ തീർക്കാനാണ്? നിങ്ങളൊന്ന് പറ, അയാൾ എങ്ങനെ തീർക്കാനാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭർത്താവിന് ഉപദേശിക്കുക. ഈ 1.5 ലക്ഷം ചിലപ്പോൾ ഭർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മുഴുവൻ തീരുമായിരിക്കും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ഇതുപോലെ പൂജയ്ക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കരുത്. സിനിമാ താരങ്ങൾ പലതും പറയും, ഉയ്യോ ആ ലക്ഷ്മി നക്ഷത്രത്തിൻ്റെ എല്ലാം വീഡിയോ കണ്ടിട്ട് ഞാൻ അതിശയപ്പെട്ടു പോയി. എന്താ അറിയാം എങ്ങനെ ഇങ്ങനെ പറയുന്നത്, എന്തിനിങ്ങനെ പറയുന്നത്? ആ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ലക്ഷ്മി നക്ഷത്ര ചിന്നു ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റാർ മാജിക്കോട് കൂടിയിട്ട്. അപ്പോൾ ഈ സ്ത്രീയൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ മനസ്സ് മാറും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇതിനിടയ്ക്ക് ഈ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് കുറേ ആൾക്കാർ വിളിച്ച് ചോദിക്കുക, മോനെ അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം തീരുമോ മോനെ, എൻ്റെ മോന് ജോലി കിട്ടുന്നില്ല, ബിടെക് വരെ പഠിച്ചിട്ട് അവൻ വീട്ടിലിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ് വീട്ടിലിരിക്കാതെ വല്ല ബാംഗ്ലൂരോ ഇല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ദുബായിലോ പറഞ്ഞു വിട്. വീട്ടിലിരുന്നിട്ട് പൂജയും ചെയ്തിട്ട് ബിടെക്കും പാസ്സായിന്ന് പറഞ്ഞാൽ ജോലി കിട്ടുമോ? എന്നിട്ടും ഈ വീഡിയോ ചെയ്തിട്ടും കൂടി അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്തപ്പോഴാണ് ഇതുപോലൊരു അമ്പലമുണ്ട്, അപ്പോൾ അവരൊക്കെ ലക്ഷ്മി നക്ഷത്ര ബലിയുടെ പ്രാർത്ഥിച്ചിട്ടാണ് അവർ ഈ നിലയിലെത്തിയത്. അഖിൽമാരാറൊക്കെ ബിഗ് ബോസ് കിട്ടിയത് അങ്ങനെയാണ്, ചിത്രയ്ക്ക് ഇത്രയും ഭാഗ്യം കിട്ടിയത് അങ്ങനെയാണ് എന്നൊക്കെ അവർ വിചാരിച്ചിട്ട് അവരപ്പോൾ തന്നെ എനിക്ക് കോൾ ചെയ്യുകയാണ്, മോനെ എൻ്റെ മോൻ ബിടെക്കാണെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ജനങ്ങളാണ് എന്ത് സുഖമാണ് പറ്റിക്കാൻ. ഈശ്വരോ രക്ഷ, നോം കഷായം ധരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട, നോം പറ്റിക്കത്തില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈൻ്റെപ്പാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഷെയർ ചെയ്ത് കൊടുത്താളാ. ഇനിയും കുറേ ബിടെക്കാർ ഇങ്ങനെയുണ്ട്, വീട്ടിൽ പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ തേരാപ്പാരാ നടക്കുന്നത്. പോയി ജോലി നോക്കണോ, വല്ല ബാംഗ്ലൂരോ ഹൈദരാബാദോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലോ, ഇനി ഇവിടെയൊന്നും പോകാൻ കഴിയില്ലെങ്കിൽ നേരെ ദുബായിലേക്ക് വിട്ടോ. നന്ദി, നമസ്കാരം. ലൈക്ക് കമൻറ്റ് മറക്കല്ലേ.